അതേ അവസരത്തിൽ വിശ്വാസികൾക്കിടയിൽ തിന്മ പ്രചരിപ്പിക്കുവാൻ വേണ്ട രൂപത്തിലുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തുന്നവർ, ആരെക്കുറിച്ചാണോ അവർ ഏതെങ്കിലും വിധത്തിലുള്ള അപരാധങ്ങൾ പറയുന്നതെങ്കിൽ ആ പറഞ്ഞ ഈ മനുഷ്യനുണ്ടല്ലോ, ഈ മാന്യനായ മനുഷ്യൻ, അഥവാ ഞാനൊരാളെക്കുറിച്ച് തെറ്റു പറയുമ്പോൾ എൻ്റെ മനസ്സിൽ ഞാനൊക്കെ മാന്യനാണ്, മറ്റുള്ളവരൊക്കെ മാന്യതയ്ക്ക് വിരുദ്ധം ചെയ്തവരാണ് എന്നുള്ളതാണല്ലോ അവൻ്റെ ഉള്ളിലിരിപ്പ്. എന്നാൽ അള്ളാഹു ഇവനെ വഷളാക്കുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നറിയിപ്പ് നൽകിയത്. അവിടുന്ന് പറഞ്ഞു, തിർമിദിയിലും അബൂദാവൂദിലുമൊക്കെ ഹദീസിൽ നമുക്ക് കാണുവാൻ സാധിക്കും, യാ മഅ്ശറ മൻ അസ്ലമ ബിലിസാനിഹി വലം യദ്ഖുലിൽ ഈമാനു ഇലാ ഖൽബിഹി ലാ തുഉദുൽ മുസ്ലിമീന വലാ തുഅയ്യിറൂഹും വലാ തത്തബിഉ ഔറാതിഹിം ഫഇന്നഹു മൻ യത്തബിഉ ഔറത അഖീഹി യത്തബിഉല്ലാഹു ഔറതഹു വമൻ യത്തബിഇല്ലാഹു ഔറതഹു യഫ്ളഹുഹു വലൗ ഫീ ജൗഫി റഹ്ലിഹി. വളരെ ഗൗരവത്തോടെ സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു ഹദീസാണിത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്താണ് ഇവിടെ പറയുന്നത്? യാ മഅ്ശറ, അവിടുത്തെ വിളി നോക്കൂ, യാ മഅ്ശറ, സമൂഹമേ. എങ്ങനത്തെ സമൂഹം? മൻ അസ്ലമ ബിലിസാനിഹി, കേവലം നാവുകൊണ്ട് മുസ്ലിമായവരെ, നാവുകൊണ്ട് ഞാനും മുസ്ലിമാണെന്ന് പറഞ്ഞു നടക്കുന്നവരെ. വലം യദ്ഖുലിൽ ഈമാനു ഇലാ ഖൽബിഹി, അവൻ്റെ ഹൃദയത്തിലേക്ക് ഈമാൻ പ്രവേശിച്ചിട്ടില്ല. ഹൃദയത്തിലേക്ക് ഇറങ്ങാതെ കേവലം നാവുകൊണ്ട് മുസ്ലിമാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് നടക്കുന്നവരെ, നിങ്ങളോടൊരു കാര്യം പറയട്ടെ. അതെന്താ? ലാ തുഉദുൽ മുസ്ലിമീൻ, നിങ്ങൾ മുസ്ലിമീങ്ങളെ ഉപദ്രവിക്കരുത്, നിങ്ങൾ മുസ്ലിമീങ്ങളെ ദ്രോഹിക്കരുത്. വലാ തുഅയ്യിറൂഹും, നിങ്ങൾ അവരെ അപമാനിക്കുകയും ചെയ്യരുത്. അയ്യറ, നിങ്ങൾ അവരെ അപമാനിക്കുകയും ചെയ്യരുത്. വലാ തത്തബിഉ ഔറാതിഹിം, അവരുടെ കുറ്റങ്ങളും കുറവുകളും ചികഞ്ഞന്വേഷിച്ച് നിങ്ങൾ പിന്നാലെ കൂടരുത്. ഫഇന്നഹു, എന്താ അങ്ങനെ കൂടരുതെന്ന് പറയാൻ കാരണം നിങ്ങൾ മനസ്സിലാക്കണം. മൻ യത്തബിഉ ഔറത അഖീഹി, ആരെങ്കിലും തൻ്റെ സഹോദരൻ്റെ വീഴ്ചകൾ കണ്ടുപിടിക്കുവാൻ വേണ്ടി അവൻ്റെ പിന്നാലെ അതും അന്വേഷിച്ച് നടന്നാൽ, യത്തബിഉല്ലാഹു ഔറതഹു, ഇവൻ്റെ പോരായ്മകൾ അന്വേഷിച്ച് അള്ളാഹുവും അവനെ പിന്തുടരും. അള്ളാഹു അവൻ്റെ പോരായ്മകളെയും ചികഞ്ഞന്വേഷിക്കും. അഥവാ റബ്ബിനതറിയാമല്ലോ. വമൻ യത്തബിഇല്ലാഹു ഔറതഹു, അള്ളാഹു ഒരാളുടെ പോരായ്മയെ പിന്തുടർന്നാൽ, റബ്ബൊരാളുടെ പോരായ്മയെ പിന്തുടർന്നാൽ, യഫ്ളഹുഹു, ആ മനുഷ്യനെ വഷളാക്കുക തന്നെ ചെയ്യും. വലൗ ഫീ ജൗഫി റഹ്ലിഹി, പുറത്തേക്കൊന്നും ഇറങ്ങാതെ ഒരു വീടിൻ്റെ അകത്ത് അല്ലെങ്കിൽ തൻ്റെ വാഹനത്തിൻ്റെ അകത്ത് തൻ്റെ റൂമിൻ്റെ ഉള്ളിൽ ഒരാൾ ഒറ്റയ്ക്ക് സ്വകാര്യമായി ഇരിക്കുകയാണെങ്കിലും അവനെ വഷളാക്കുവാൻ അള്ളാഹുവിന് നിഷ്പ്രയാസം സാധിക്കും. ഏത് മാളത്തിൽ പോയി ഒളിഞ്ഞിരുന്നാലും അവൻ്റെ പോരായ്മകളെ അള്ളാഹു ജനങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവന്ന് അവനെയും വഷളാക്കുമെന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, അറിഞ്ഞുകൊണ്ട് നമ്മുടെ ഒരു സഹോദരൻ്റെ, ഒരു സഹോദരിയുടെ വീഴ്ചകളെയോ പോരായ്മകളെയോ ചികഞ്ഞന്വേഷിക്കുവാനും അങ്ങനെ വല്ലതും ശ്രദ്ധയിൽപ്പെട്ടാൽ അത് മൂടിവെക്കുകയല്ലാതെ അത് സമൂഹത്തിൻ്റെ മുമ്പിൽ പ്രചരിപ്പിക്കുവാനുള്ള ഒരു മാനസികമായ അവസ്ഥ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അതവന് വലിയ ആപത്താണ് എന്നാണ് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്.